എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 115, 116 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 115ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്ര വൃത്തവും 116ാമത്തേതിൽ ഉപജാതി വൃത്തവും കവി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ യുദ്ധത്തിൽ ജരാസന്ധൻ്റെ വരവിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ശ്ലോകത്തിലും. നമുക്ക് ആദ്യം 115ാമത്തെ ശ്ലോകം ചൊല്ലാം. സസൈനികൈഃ ശൗരിശരാവകൃത്തൈഃ ഗതിപ്രവൃത്തൈരിവരുദ്ധമാർഗ രഥേന ശശ്വദ്വലിതേന മന്ദം സമായയൗ സംയുഗഭൂമിഭാഗം. നമുക്കിതിൽ പദച്ഛേദം നോക്കാം. കാര്യമായിട്ടില്ല, എന്നാലും പദങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സൈനികൈഃ ശൗരിശരാവകൃത്തൈഃ ഗതിപ്രവൃത്തൈഃ ഇവ രുദ്ധമാർഗ രഥേന ശശ്വദ്വലിതേന മന്ദം സമായയൗ സംയുഗഭൂമിഭാഗം. കഴിഞ്ഞ ശ്ലോകത്തിൽ ജരാസന്ധൻ ക്രോധം കൊണ്ട് ജ്വലിച്ചു, തീയുപോലെയായിരുന്നു, ആളിക്കത്തി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ യുദ്ധത്തിൻ്റെ സമീപത്തേക്ക്, യുദ്ധഭാഗങ്ങളിലേക്ക്, ആ പ്രദേശങ്ങളിലേക്കുള്ള വരവാണ് ഇവിടെ പറയണത്. ഗതിപ്രവൃത്തൈഹി ഇവ, ഇത് സൈനികന്മാരുടെ വിശേഷണമാണ്. ഗതിപ്രവൃത്തൈഹി എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുക, ഗതിർഗമനം. യുദ്ധത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഈ ജരാസന്ധൻ്റെ സൈന്യം. ആ സൈന്യത്തിന് എന്താണ് സംഭവിച്ചത്? ശൗര്യശരാവകൃത്തൈഹി സൈനികൈഹി, ശൗര്യശരാവകൃത്തന്മാർ, ശൗര്യയുടെ ശരങ്ങളാൽ മുറിവേറ്റപ്പെട്ട സൈനികന്മാർ, അതാണ് ശൗര്യശരാവകൃത്തൈഹി സൈനികൈഹി രുദ്ധമാർഗ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് മുറിവേൽക്കപ്പെട്ടവരായ സൈനികരാൽ രുദ്ധമാർഗ, മാർഗം തടയപ്പെട്ട അങ്ങനെയുള്ള ജരാസന്ധൻ. സഹ എന്ന് പറഞ്ഞാൽ ആ ജരാസന്ധൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു വന്നപ്പോൾ ഈ സൈന്യങ്ങൾ മുമ്പിൽ കിടന്ന് ഓടുന്നത് കൊണ്ട് തടസ്സങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ആ തടസ്സങ്ങളുടെ ഇടയിൽ കൂടെയാണ് ജരാസന്ധൻ തൻ്റെ രഥവുമായിട്ട് യുദ്ധഭൂമിയിലേക്ക് വന്നതെന്നാണ് പറയണത്. അതാണ് സൈനികൈഹി രുദ്ധമാർഗസ, സൈന്യങ്ങളെ കൊണ്ട് തന്നെ തടയപ്പെട്ടതായ മാർഗത്തോടു കൂടിയ ജരാസന്ധൻ ശശ്വദ്വലിതേന രഥേന, മറ്റൊരു മാർഗത്തിലൂടെ, അതായത് ഈ സൈന്യങ്ങളെ കൊണ്ട് തടയപ്പെട്ട മാർഗത്തിൽ കൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ വലിച്ചു കൊണ്ടുവരപ്പെട്ട രഥം കൊണ്ട്, ശശ്വദ്വലിതേന മറ്റൊരു വഴിയിലൂടെ വളച്ചു കൊണ്ടുവന്നതായ രഥത്തോടു കൂടിയിട്ട് സംയുഗഭൂമിഭാഗം മന്ദം സമായയൗ, സംയുഗം യുദ്ധം, സംയുഗഭൂമിഭാഗം എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന പ്രദേശം, അവിടേക്ക് മന്ദം ഒട്ടും വേഗതയില്ലാതെ സമായയൗ. എന്തിനാണ് സമായയോ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. അപ്പോൾ എന്തിനാണ് മന്ദം എന്നുള്ളൊരു വിശേഷണം കൊടുത്തത് എന്നാണെങ്കിൽ ജരാസന്ധൻ്റെ ആ ഊറ്റം, ധാർഷ്ട്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല എന്നുള്ളതും, തൻ്റെ സൈന്യം തന്നെ മതി ശ്രീകൃഷ്ണനെയും ബലരാമനെയൊക്കെ പ്രഹരിക്കാൻ, അവരുടെ ശക്തിയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എന്നുള്ള ഒരു നാട്യമാണ്. അതാണ് ജരാസന്ധൻ്റെ മുഖത്തുള്ളതായ ഭാവം. അതുകൊണ്ട് മന്ദം, ഒട്ടും ധൃതി പിടിക്കാതെ ആ യുദ്ധഭൂമിയിലേക്ക് വന്നു. അപ്പോൾ യുദ്ധഭൂമിയിലേക്ക് വരാനിരിക്കുകയായിരുന്ന ജരാസന്ധൻ്റെ വഴിക്ക് തടസ്സമുണ്ടാക്കിയത് ഈ സൈന്യങ്ങൾ തന്നെയാണ്. അവരുടെ ശരീരത്തിലൊക്കെ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഒക്കെ അസ്ത്രം കൊണ്ടിട്ടുണ്ട്. അവർ പലരും അവിടെ വീണ് കിടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മീതെ കൂടെയൊന്നും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ കൂടെയൊന്നും രഥം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് മാറ്റി വളച്ച് വേറൊരു വഴിയിലൂടെ പതുക്കെ, ഒട്ടും ധൃതിയൊന്നും ഇല്ലാതെ, എവിടെയാണോ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ നിൽക്കുന്നത് ആ ഭാഗത്തേക്കായിട്ട്, അതിൻ്റെ സമീപ ഭാഗത്തേക്കായിട്ട് രഥവുമായിട്ട് വന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ശ്ലോകത്തിലെ ചില വാക്കുകൾ അർത്ഥം വളരെ വ്യക്തമൊന്നുമല്ല, വ്യാഖ്യാനത്തിലും അത്ര പറഞ്ഞിട്ടില്ല. ഒന്ന് ഈ ഗതിപ്രവൃത്തൈഹി എന്നുള്ളതും മറ്റൊന്ന് ശശ്വദ്വലിതേന എന്നുള്ളത്. ഈ വലിതം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുക എന്നൊക്കെയാണ്. അതിന് കാരണം ഈ സൈനികന്മാർ മുമ്പിൽ കിടക്കുന്നത് കൊണ്ട്, മുറിവേറ്റ് വീണ് കിടക്കുന്നത് കൊണ്ടാവാം. പിന്നെ എന്തിനാണ് അവിടെ ശശ്വത് എന്നുള്ളത് ചേർത്തത് എന്നുള്ളത് ഒരു വ്യക്തതയില്ല. അതുപോലെ തന്നെ
ഗതിപ്രവൃത്തൈ ഇവ എന്നുള്ളൊരു ഉത്പ്രേക്ഷാലങ്കാരമാണ് അവിടെ വരണത് എന്ന് വ്യാഖ്യാനത്തിൽ കാണാനുണ്ട്. വഴിക്ക് തടസ്സമുണ്ടാക്കിയവർ ആണ് ഈ സൈനികന്മാർ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഗതിപ്രവൃത്തൈ എന്ന് പറഞ്ഞത് എന്നുള്ളതും ഒട്ടും വ്യക്തമല്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റണത് സൈനികന്മാരുടെ ഇടയിൽ കൂടെ വളരെ സാവധാനം, ഒട്ടും ധൃതിയില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് ജരാസന്ധൻ യുദ്ധമുഖത്തേക്ക്, അതായത് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അടുത്തേക്ക് എത്തി എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 116 ശ്ലോകം നോക്കാം. അവിടെ ബലരാമൻ്റെ രംഗപ്രവേശമാണ്. താളധ്വജസ്തം തരസാ പതന്തം ദൃഷ്ട്വാ സസംരംഭകൃതാട്ടഹാസ രഥേന സൂതപ്രഹിതേന ശീഘ്രം ഗന്ധദ്വിപം സിംഹ ഇവാഭിഭേദേ. ആദ്യം പദച്ഛേദം പറയാം. താളധ്വജ തം തരസാ പതന്തം ദൃഷ്ട്വാ സസംരംഭകൃതാട്ടഹാസ രഥേന സൂതപ്രഹിതേന ശീഘ്രം ഗന്ധദ്വിപം സിംഹ ഇവ അഭിപേദേ. താളധ്വജ, താളധ്വജൻ എന്ന് പറഞ്ഞാൽ ബലരാമനാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് കൊടിമരം, ഈ പന കൊണ്ടുള്ള കൊടിമരമുള്ള ആളാണ്, അതാണ് താളധ്വജൻ. അദ്ദേഹം ബലരാമൻ തരസാ പതന്തം തം, തൻ്റെ അടുത്തേക്ക്, ഈ ഒരു സൈന്യത്തിൻ്റെ അടുത്തേക്ക് പതുക്കെയാണ് വരണതെന്ന് പറഞ്ഞാലും ഒരു ധൃതിയൊക്കെ ഉണ്ടാവുമല്ലോ, തൻ്റെ കൂട്ടരെ രക്ഷിക്കാനുള്ളൊരു വെമ്പലൊക്കെ ഉണ്ടാവും. അതിനു വേണ്ടി വരുന്നവനായ തരസാ പതന്തം തം ദൃഷ്ട്വാ, ആ ജരാസന്ധനെ കണ്ടിട്ട്, മഗധാധിരാജനായിട്ടുള്ള ജരാസന്ധനെ കണ്ടിട്ട്, സസംരംഭകൃതാട്ടഹാസ സൂതപ്രഹിതേന രഥേന, ബലരാമൻ എന്താ ചെയ്തത്? താളധ്വജൻ സസംരംഭകൃത അട്ടഹാസ, അതായത് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട്, തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ കിട്ടി എന്നുള്ളതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് അട്ടഹസിച്ചുകൊണ്ട്, സംരംഭേണ സഹ, അതാണ് സസംരംഭം, അതായത് ഒരു പ്രവൃത്തിക്ക് ഉന്മുഖനായിക്കൊണ്ട്, യുദ്ധോന്മുഖനായിക്കൊണ്ട്, കൃത അട്ടഹാസ, അട്ടഹാസം ചെയ്തുകൊണ്ട്, ഉറക്കെ ചിരിച്ചുകൊണ്ട്, തനിക്ക് പറ്റിയൊരു പോരാളിയെ, എതിരാളിയെ കിട്ടിയില്ലോ എന്നുള്ളതിൻ്റെ ആഹ്ലാദ പ്രകടനം. ഇതുവരെ സൈന്യങ്ങളോട് അല്ലെങ്കിൽ സാമന്ത രാജാക്കന്മാരോടൊക്കെ ചെയ്ത യുദ്ധം അത്രയ്ക്കൊന്നും പോരാ എന്നുള്ളത് കൊണ്ട് അതൊന്നും ബലരാമന് അത്ര കാര്യമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ മഗധ രാജാവായിട്ടുള്ള ജരാസന്ധൻ വന്നപ്പോൾ ഇനിയാണ് യുദ്ധം എന്നുള്ള രീതിയിൽ അട്ടഹാസവും മുഴക്കിക്കൊണ്ട് സൂതപ്രഹിതേന രഥേന, സൂതനാൽ പറഞ്ഞയക്കപ്പെട്ടതായ അല്ലെങ്കിൽ സൂതൻ നയിച്ചതായ രഥത്തിലിരുന്നു കൊണ്ട്. അപ്പോൾ ബലരാമൻ സിഗ്നൽ കൊടുക്കുന്നുണ്ടാവുമല്ലോ, സൂചന കൊടുക്കുന്നുണ്ടാവും, ഇനി നേരെ രഥം അങ്ങോട്ട് പോട്ടെ, രഥം ജരാസന്ധൻ്റെ നേർക്ക് നയിക്കട്ടെ എന്ന് ഈ സൂതനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിനനുസരിച്ച് സൂതനാൽ തെളിക്കപ്പെട്ട രഥത്തിലിരുന്നു കൊണ്ട്, രഥത്തോടു കൂടിയിട്ട് സിംഹ ഗന്ധദ്വിപം ഇവ ശീഘ്രം അഭിഭേദേ. സിംഹം ഗന്ധദ്വിപത്തെ എന്ന പോലെ, ഗന്ധദ്വിപം എന്ന് പറഞ്ഞാൽ മദയാന, മദയാന എന്ന് പറയുന്നത് മത്ത് ഒക്കെ വരുമ്പോൾ ആനയുടെ ചെന്നിയിൽ നിന്ന് ഒരു ദ്രാവകം പൊട്ടിയൊലിക്കും, അതിൻ്റെ ഗന്ധവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉന്മത്തനായി തീരും. അല്ലാണ്ട് തന്നെ ഉന്മത്തനാണ്, ഈ ഗന്ധം കൊണ്ടുകൂടി വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ആന. അതിങ്ങനെ ചെന്നിയിൽ അവിടെ പൊട്ടി ഇങ്ങനെ വെള്ളമൊലിക്കുന്ന പാടുകൾ നമ്മൾ ആനകളുടെ ചിത്രത്തിലോ അല്ലെങ്കിൽ ആനകളെ കണ്ടാലോ മനസ്സിലാക്കാൻ പറ്റും. അത് ഈ മദപ്പാടുള്ള ആനകളാണ്, മദം പൊട്ടി ഒഴുകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആനകൾക്ക് ക്രൂരത കൂടും. എന്നാലും അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്, കാട്ടിൽ അങ്ങനെയുള്ള ആനയെ പിടിക്കുക എന്നുള്ളതാണ് സിംഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെയുള്ള ആനകളുമായിട്ട് ഏറ്റുമുട്ടുന്നതാണ് സിംഹത്തിൻ്റെ ഒരു ഇഷ്ടവിനോദം തന്നെ. അതാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. സിംഹം മദയാനയെ എന്ന പോലെ, അതാണ് സിംഹ ഗന്ധദ്വിപം ഇവ ശീഘ്രം അഭിഭേദേ. ശീഘ്രം, വളരെ വേഗത്തിൽ തന്നെ ഈ ജരാസന്ധൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി ചെന്നു, രഥത്തോടു കൂടിയിട്ട് അങ്ങോട്ട് വളരെ വേഗത്തിൽ സമീപിച്ചു എന്നർത്ഥം. ഇനി ബലരാമനും ജരാസന്ധനും കൂടിയുള്ള ഏറ്റുമുട്ടലിനുള്ള പുറപ്പാടാണ്, അതാണ് കവി വർണ്ണിച്ചത്. ഇപ്പോൾ മറ്റു രാജാക്കന്മാരോട് ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ ഏറ്റുമുട്ടിയത് വർണ്ണിച്ചു. ഇനി ജരാസന്ധനും ബലരാമനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അടുത്തത് വർണ്ണിക്കാൻ പോണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സസൈനികൈഃ ശൗരിശരാവകൃത്തൈഃ ഗതിപ്രവൃത്തൈരിവരുദ്ധമാർഗ
രഥേന ശശ്വദ്വലിതേന മന്ദം സമായയൗ സംയുഗഭൂമിഭാഗം താളധ്വജസ്തം തരസാ പതന്തം ദൃഷ്ട്വാ സസംരംഭകൃതാട്ടഹാസ രഥേന സൂതപ്രഹിതേന ശീഘ്രം ഗന്ധദ്വീപം സിംഹ ഇവാഭിവേദേ. ഈ 116-ാമത്തെ ശ്ലോകത്തിൽ ആനയെ സിംഹം ആക്രമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉപമാലങ്കാരമാണ്. ബലരാമൻ ജരാസന്ധനെ ആക്രമിക്കാൻ പോകുന്നത് ഒരു സിംഹം ആനയെ ആക്രമിക്കാൻ പോകുന്നത് പോലെയാണ് എന്ന് വർണ്ണിച്ചിരിക്കുകയാണ്. ഉപമാലങ്കാരമാണ് വന്നിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള വീരരസം തുളുമ്പുന്ന ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.